ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ മാത്രമാണോ ഉള്ളത് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത്, ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആ ഒരു സമയത്ത് തന്നെ സ്കിപ്പ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. വീഡിയോ സ്കിപ്പ് ചെയ്ത് പോവുക. ആരും ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ മാത്രമാണോ ഉള്ളത് എന്നുള്ളൊരു കാര്യമാണ് നമ്മളോട് നോക്കുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ മാത്രമാണോ ഉള്ളത്, അല്ലാതെ മറ്റൊരു വ്യക്തി ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ മാത്രമാണോ ഉള്ളത് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ മാത്രമാണോ ഉള്ളത്. ഓക്കെ, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ മാത്രമാണോ ഉള്ളത് എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, നമുക്കിവിടെ 8 ഓഫ് സോർട്സിൻ്റെ ഒരു കാർഡ് കിട്ടിയിട്ടുണ്ട്. 8 ഓഫ് സോർട്സ്. ഓക്കെ, നെക്സ്റ്റ് കാർഡ് ദ ഹാങ്ഡ് മാൻ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. 3 ഓഫ് കപ്സ്, നൈറ്റ് ഓഫ് കപ്സ്, സ്ട്രെങ്ത് കാർഡ്, 4 ഓഫ് പെൻറ്റക്കിൾസ്, Ace of Swords, 8 of Pentacles, 3 of Swords, 6 of Pentacles, Page of Cups, 4 of Cups. ഓക്കെ, അപ്പോൾ നമുക്ക് മാസ്റ്റർ കാർഡ് നോക്കാം. ഓക്കെ, 8 ഓഫ് വാൻഡ്സ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. ഇപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നമുക്കിവിടെ ഫസ്റ്റ് വന്നിരിക്കുന്ന കാർഡ് 8 ഓഫ് സോർട്സും അതുപോലെ ഹാങ്ഡ് മാൻ, ഇങ്ങനെ 2 കാർഡുകളാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഈ ഒരു കാർഡുകൾ കാണിക്കുന്നത് ആ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയാണ്. ഇപ്പോഴും മാനസികമായിട്ട് കുറിച്ച് ഒരു കുടുങ്ങിക്കിടക്കുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയിലാണ്. നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട്, പക്ഷേ ചില സാഹചര്യങ്ങൾ കാരണം അല്ലെ ചില വ്യക്തികൾ കാരണം അവർക്ക് മുന്നോട്ട് വരാനോ അത് തുറന്നു പറയാനോ ഒന്നും കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഹാങ്ഡ് മാൻ എന്ന് പറയുമ്പോഴത്തേക്കും അവരിപ്പോൾ കാര്യങ്ങൾ മറ്റൊരു കാഴ്ചപ്പാടിൽ നിന്ന് ആലോചിച്ച് നോക്കുന്ന ഒരു സമയമാണ് എന്നാണ് കാണുന്നത്. അതായത് ഇതുവരെ അവരുടെ ലൈഫിനെ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ എങ്ങനെയാണോ കണ്ടിരുന്നത്, അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് മാറിയിട്ട് വേറൊരു തലത്തിലേക്ക് മാറി അവരുടെ ചിന്തകളും അവരുടെ ഓർമ്മകളും എല്ലാം അവർ മാറ്റിക്കൊണ്ട് വേറൊരു തലത്തിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെയും നിങ്ങളെയും നോക്കിക്കാണുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത്. പിന്നെ വരുന്നത് 3 ഓഫ് കപ്സിന്റെ ഒരു എനർജി വരുന്നുണ്ട്, അതുപോലെ നൈറ്റ് ഓഫ് കപ്സിന്റെ ഒരു എനർജി വരുന്നുണ്ട്. ഇത് ഇവിടെ ചിലപ്പോൾ ഒരു തേർഡ് പാർട്ടി എനർജി നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നു. എല്ലാവർക്കും അല്ല, കുറച്ച് ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ മറ്റൊരു ആളിന്റെ ഒരു സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അത് നിർബന്ധമായിട്ടും ഒരു റിലേഷൻഷിപ്പ് ആകണമെന്നില്ല. ചിലർക്ക് സുഹൃത്തുക്കളാകാം, ഫാമിലി ആകാം, അല്ലെങ്കിൽ പഴയ ഒരു ഇമോഷണൽ പെയിൻ ആയിരിക്കാം, എന്തുമാകാം. എന്താണെങ്കിലും ഒരു തേർഡ് പാർട്ടി എനർജി നമ്മളിവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 3 ഓഫ് സോഴ്സ് കാണിക്കുന്നത് അവരുടെ മനസ്സിൽ ഇപ്പോഴും ആ ഒരു പഴയ വേദനയോ ഹാർട്ട് ബ്രേക്കോ ഒക്കെ ഉണ്ട് എന്നുള്ളതാണ്. നമുക്ക് ഇവിടെ 3 ഓഫ് സോഴ്സിന്റെ കാർഡ് നമുക്ക് കാണിച്ചു തരുന്നത്. ഇവിടെ 3 ഓഫ് സോഴ്സിന്റെ കാർഡ് ഉണ്ടല്ലോ, അത് നമുക്ക് കാണിച്ചു തരുന്നത് പഴയൊരു വേദന, വിഷമമൊക്കെ ഇപ്പോഴും അവരുടെ മനസ്സിന്റെ ഉള്ളിലുണ്ട് എന്ന് കാണിച്ചു തരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പാസ്റ്റിലെ റിലേഷൻഷിപ്പിലെ ബ്രേക്ക് ആകാം, അങ്ങനെ എന്തോ പഴയ ഒരു വേദന അവരെ ഹേർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ വളരെയധികം ഒരു സ്വാധീനം ചെലുത്തുന്നു എന്നുള്ളതാണ്. അതും ഇവിടെ ഒരു തേർഡ് പാർട്ടി ആയിട്ട് വരാവുന്നതാണ് എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ നമുക്ക് വരുന്ന സ്ട്രെങ്തൻ കാർഡാണ്. ഇവിടെ ഒരു സ്ട്രെങ്ത് കാർഡ്, അതുപോലെ 4 ഓഫ് പെൻറ്റക്കിൾസ്, പിന്നെ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് പേജ് ഓഫ് കപ്സിന്റെ കാർഡ്. ഈ ഒരു 3 കാർഡുകൾ കോമ്പിനേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇത് ഒരു വലിയ സൂചനയാണ് ശരിക്കും പറഞ്ഞാൽ. സ്ട്രെങ്ത് കാർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളോടുള്ള അവരുടെ ഫീലിങ്സ് വളരെ ശക്തമാണ് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു തരുന്നത് യൂണിവേഴ്സ് നമുക്ക്. അതുപോലെ 4 ഓഫ് പെൻറ്റക്കിൾസിലേക്ക് വരുമ്പോഴത്തേക്കും അവര് നിങ്ങളെ മനസ്സിൽ പിടിച്ചു വെച്ചിരിക്കുന്ന ഒരാളാണ്. വിട്ടുകളയാനായിട്ട് അവർക്ക് അത്ര എളുപ്പമല്ല, അല്ലെങ്കിൽ നിങ്ങളെ ഉപേക്ഷിച്ച് മൂവ് ചെയ്ത് പോകാനായിട്ട് അവർക്ക് അത്ര എളുപ്പമല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. പിന്നെ ഇവിടെ പേജ് ഓഫ് കപ്സ്,
അപ്പൊ നിങ്ങളോടുള്ള ആ ഒരു ഇന്നസെന്റ് ആയിട്ടുള്ള പ്യൂർ ആയിട്ടുള്ള ആ ഒരു സ്നേഹം, ആ ഒരു അഫെക്ഷൻ, ഇതൊക്കെയാണ് അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ഇപ്പോഴും ഉള്ളത്, അല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ ഇതാണ് കാണിക്കുന്നത് നിങ്ങൾ അവരുടെ മനസ്സിൽ വളരെ ഒരു സ്പെഷ്യൽ പേഴ്സൺ ആണ് എന്നുള്ളതിന്റെ കാർഡുകളാണ് സ്ട്രെങ്ത് കാർഡ്, ഫോർ ഓഫ് പെന്റക്കിൾസ്, അതുപോലെ തന്നെ പേജ് ഓഫ് കപ്സ് കാണിക്കുന്നതാണ്. പിന്നെ അവരുടെ ഒരു ചിന്തകളിലേക്കൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഏസ് ഓഫ് സോർട്സിന്റെ എനർജി ഉണ്ട്. ഒരിക്കല് ഒരു സത്യസന്ധമായി സംസാരിക്കണം, നിങ്ങളോട് എല്ലാ കാര്യങ്ങളും ഒന്ന് തുറന്ന് പറഞ്ഞ് ഒന്ന് മനസ്സ് ഫ്രീ ആക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സന്റെ എനർജിയാണ് നമ്മളിവിടെ കാണുന്നത്. അതുപോലെ എയ്റ്റ് ഓഫ് പെന്റക്കിൾസിന്റെ ഒരു കാർഡ്, ഈ ഒരു കാർഡും ഒരു റിലേഷൻഷിപ്പിൽ എഫേർട്ട് ഇടണം എന്ന് ഉള്ള തോന്നൽ, അല്ലെങ്കിൽ ആ ഒരു ആക്ഷൻ എടുക്കണമെന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയുടെ, അല്ലെങ്കിൽ എഫേർട്ട് ഇടാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് ഈ ഒരു എയ്റ്റ് ഓഫ് പെന്റക്കിൾസിന്റെ കാർഡ് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ത്രീ ഓഫ് സോർട്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, പാസ്റ്റിലൊരു വേദന, അത് നമ്മൾ ഓൾറെഡി ഇതിന്റെ കൂടെ പറഞ്ഞു പോയതാണ്. പിന്നെ സെവൻ ഓഫ് പെന്റക്കിൾസ്, പക്ഷെ അവരിപ്പോൾ ഈ ഒരു സമയത്തും വെയിറ്റ് ചെയ്യാണ്, വെയിറ്റ് ചെയ്തിട്ട് ആ ഒരു വെയിറ്റിംഗ് മോഡിൽ ഇങ്ങനെ നിൽക്കുകയാണ്. വെയിറ്റ് ചെയ്തിട്ട് ഇനി എന്ത് സംഭവിക്കും എന്നതിന്, അത് കണ്ടതിന് ശേഷം ആ ഒരു വെയിറ്റിംഗ് മോഡിൽ നിൽക്കാം അതുവരെ എന്ന രീതിയിൽ അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് പേജ് ഓഫ് കപ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഫോർ ഓഫ് കപ്സ് ഇവിടെ കാണിക്കുന്നത് ചിലപ്പോൾ അവരൊരു കൺഫ്യൂഷനിൽ ആണ് എന്നുള്ളത് തന്നെയാണ്. നിങ്ങളുടെ സ്നേഹം അവർക്ക് അവർ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഫീലിങ്സുകൾ അവർ മനസ്സിലാക്കുന്നുണ്ട്, നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്ന ആ ഒരു സ്നേഹം ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും ചിലപ്പോൾ അത് എങ്ങനെ റെസ്പോണ്ട് ചെയ്യണമെന്നറിയാതെ അവർ മൗനത്തിലാകുന്നതായിട്ടുള്ള എനർജിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ആ ഒരു സ്നേഹം തിരിച്ചറിയുന്നുണ്ടെങ്കിൽ പോലും അത് അവർക്ക് നിങ്ങൾ ആ വെച്ച് നീട്ടുന്ന സ്നേഹം സ്വീകരിക്കാനായിട്ട് കഴിയാത്ത സാഹചര്യം, ഒരു സൈലന്റ് ആയിട്ട് മാറി നിൽക്കേണ്ടതായിട്ട് വരുന്നു, അല്ലെങ്കിൽ ആ ഒരു സൈലന്റ് ആയി പോകേണ്ട ഒരവസ്ഥ അവിടെ ക്രിയേറ്റ് ആയിരിക്കുന്നു അവരുടെ ലൈഫിൽ എന്നുള്ളതാണ്. അപ്പോൾ അടുത്തത് നമുക്ക് എയ്റ്റ് ഓഫ് വാൻഡ്സ് ആണ്. എയ്റ്റ് ഓഫ് വാൻഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇത് വളരെ ഒരു പോസിറ്റീവ് കാർഡാണ്. ഒരു സഡൻ കമ്മ്യൂണിക്കേഷൻ, ഒരു മെസ്സേജ്, കോണ്ടാക്ട് ഒക്കെ വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. കാര്യങ്ങൾ പെട്ടെന്ന് മൂവ് ചെയ്യാം, മുന്നോട്ട് ഫോർവേഡ് പോകാനായിട്ടുള്ള ഒരു ചാൻസസ് നമുക്ക് എയ്റ്റ് ഓഫ് വാൻഡ്സ് വഴി നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ ഒരു കാർഡുകൾ പ്രകാരം അവരുടെ മനസ്സിൽ നിങ്ങൾക്ക് ഒരു വലിയ സ്ഥാനം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ നിങ്ങൾ മാത്രം തന്നെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു 100% നിങ്ങൾ മാത്രമാണ് എന്ന് ഈ ഒരു കാർഡുകൾ വെച്ചിട്ട് പറയാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾ അവരുടെ ഒരു ഹാർട്ടിന്റെ ഉള്ളിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇമ്പാക്ട് കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അവര് നിങ്ങളെ വിട്ട് കളഞ്ഞിട്ടില്ല, ഇപ്പോഴും ആ ഒരു എവിടെയോ മനസ്സിന്റെ ഉള്ളിൽ ഒരു കോർണറിൽ നിങ്ങളെ സൂക്ഷിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ചില കൺഫ്യൂഷൻസും സാഹചര്യങ്ങളുടെ സമ്മർദ്ദവും ഒക്കെ കാരണം അവരൊന്ന് സ്ലോ ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. പിന്നെ ഈ ഒരു വ്യക്തി വീണ്ടും നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുമോ എന്നുള്ളൊരു കാര്യം നമ്മളിവിടെ നോക്കുമ്പോൾ, നിങ്ങളുടെ ഒരു ഈ ഒരു സെയിം കാർഡുകൾ, പേജ് ഓഫ് കപ്സ്, ഏസ് ഓഫ് സോർട്സ്, എയ്റ്റ് ഓഫ് വാൻഡ്സ്, സ്ട്രെങ്ത് കാർഡ്, സെവൻ ഓഫ് പെന്റക്കിൾസ്, ഈ ഒരു കാർഡുകളാണ് നമുക്ക് അത് പറഞ്ഞു തരുന്നത്. പേജ് ഓഫ് കപ്സും അതുപോലെ എയ്റ്റ് ഓഫ് വാൻഡ്സും, പേജ് ഓഫ് കപ്സും എയ്റ്റ് ഓഫ് വാൻഡ്സും നമുക്ക് കാണിച്ചു തരുന്നത് ഈ ഒരു കോമ്പിനേഷൻ, ഈ രണ്ട് കാർഡുകളുടെ ഒരു കോമ്പിനേഷൻ നിങ്ങൾക്കറിയാം, ഒരു മെസ്സേജ്, കോള്, സഡൻ കോണ്ടാക്ട്, ഇങ്ങനെയുള്ള എനർജീസ് തന്നെയാണ് എയ്റ്റ് ഓഫ് വാൻഡ്സ് എന്ന് പറയുന്നത്. പേജ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോഴത്തേക്കും പലപ്പോഴും ഒരു അപ്പോളജി ഒക്കെ പറഞ്ഞിട്ട് ഒരു മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ ഇമോഷണൽ മെസ്സേജസ്, ഇങ്ങനെയുള്ള മെസ്സേജസ് വരാനാണ് ചാൻസ്. അതുകൊണ്ട് ഈ ഒരു സമയം കഴിഞ്ഞ് അവരെ നിങ്ങളോട് വീണ്ടും സംസാരിക്കാൻ ശ്രമിക്കാനുള്ള ഒരു സാധ്യതയാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ഇപ്പോൾ നിങ്ങൾ സെപ്പറേഷനിലാണ്, അല്ലെങ്കിൽ നിങ്ങൾ നോ കോണ്ടാക്ട്, ലെസ് കോണ്ടാക്റ്റിലൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് വീണ്ടും ഒരു കോണ്ടാക്ട് വരാനുള്ള ഒരു ചാൻസ് നമ്മളിവിടെ കാണുന്നുണ്ട്. അവര് നിങ്ങളെ ചൂസ് ചെയ്യുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. അവർ നിങ്ങളെ മനസ്സിൽ നിന്ന് വിട്ട് കളഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമുക്കിവിടെ സ്ട്രെങ്ത് കാർഡും അതുപോലെ ഫോർ ഓഫ് പെന്റക്കിൾസിന്റെ കാർഡും പറഞ്ഞു തരുന്നത്. അപ്പൊ പലപ്പോഴും ഒരാളെ ലെറ്റ് ഗോ ചെയ്യാൻ കഴിയാത്ത ഒരു എനർജിയാണ് പലപ്പോഴും ഈ ഫോർ ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുന്നത്. അപ്പൊ അതിനാൽ തന്നെ നിങ്ങൾ അവരുടെ ഹാർട്ടിൽ സ്റ്റിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്ന് പറയാൻ പറ്റും. പിന്നെ ഇത് എന്തുകൊണ്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരാനായിട്ട് വൈകുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഹാങ്ഡ് മാനും അതുപോലെ സെവൻ ഓഫ് പെന്റക്കിൾസും ഉണ്ട്. ഇത് കാണിക്കുന്നത് ഇവരിപ്പോ വെയിറ്റിംഗ് എനർജിയിലാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ അവർ ചിന്തിക്കുന്ന ഒരു ഫേസിൽ കൂടിയാണ്, അവർ പല പല ചിന്തകളിലൂടെ കടന്നുപോയിട്ടാണ്. അവർക്കൊരു തീരുമാനം എടുക്കാനായിട്ട് സമയം എടുക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ അവരുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടാകാം, അല്ലെങ്കിൽ ഫാമിലിയിൽ നിന്നുള്ള പ്രഷർ ഉണ്ടാകാം, അല്ലെങ്കിൽ പാസ്റ്റിലെ ആ ഒരു ഹാർട്ട് ബ്രേക്ക് കാരണമാകാം. എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ കൊണ്ട് അവർ കുറച്ച് സ്ലോ ആയിട്ട് മൂവ് ഓൺ ചെയ്യുന്നു എന്നുള്ളതാണ്. മൂവ് ചെയ്ത് ഈ ഇതിലേക്ക് വരാനായിട്ട് ശ്രമിക്കുന്നുവെന്ന്, പക്ഷെ അത് സ്ലോ ആണ് എന്നുള്ളതാണ്. ഇവിടെ ഒരു ഫൈനൽ മെസ്സേജ് പറയുമ്പോൾ അവർ നിങ്ങളെ മനസ്സിൽ നിന്ന് പൂർണ്ണമായിട്ടും വിട്ട് കളഞ്ഞിട്ടില്ല, കോണ്ടാക്ട് വീണ്ടും വരാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷെ കാര്യങ്ങൾ കുറച്ച് സ്ലോ ആയിട്ട് ഡെവലപ്പ് ചെയ്ത് വരാനുള്ള ഒരു സാധ്യതയാണ് കൂടുതലായിട്ടും നമുക്കിവിടെ പറയാൻ പറ്റുന്നത്.
രാത്രി സമയങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ പലപ്പോഴും ഒരു സൈലന്റ് ആയിട്ടുള്ള ഒരു റിഫ്ലക്ഷൻ ടൈം ആയിരിക്കും അവർക്ക്. ഒരു എനർജി പ്രകാരം ആ വ്യക്തി പലപ്പോഴും നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അവരുടെ മനസ്സിൽ ചിലപ്പോൾ ഇങ്ങനെ ചിന്തകൾ വരുന്നുണ്ട്, ഞാൻ ഈ ഒരു പേഴ്സണോട് നിങ്ങളോട് പെരുമാറിയത് ശരിയായിരുന്നോ, അല്ലെങ്കിൽ ഇപ്പോൾ സംസാരിച്ചു കഴിഞ്ഞാൽ അവൻ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക. ഈ തരത്തിലുള്ള ഡീപ്പായിട്ടുള്ള തിങ്കിങ് എനർജി നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ചില കാർഡുകൾ കാണിക്കുന്നത് നിങ്ങൾ തമ്മിലുള്ള കാര്യങ്ങൾ ഓർത്തിട്ട് അവർക്ക് ഒരു നൊസ്റ്റാൾജി ഉണ്ടാകുന്നു എന്നുള്ളതാണ്. രാത്രി സമയങ്ങളിൽ അവർക്ക് ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ചിലവഴിച്ച ആ ഒരു നിമിഷങ്ങൾ, ഇതൊക്കെ അവർക്ക് ഓർമ്മ വരുന്നു. ഇത് അവരുടെ മനസ്സിൽ ചെറിയൊരു റിഗ്രറ്റ് അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ഹെവിനെസ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു എനർജി പ്രകാരം നിങ്ങളോട് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സോഫ്റ്റ് ഫീലിങ്സ് ഇപ്പോഴും ഉണ്ടെന്ന് കാണുന്നുണ്ട്. പക്ഷേ നിങ്ങളെ കംപ്ലീറ്റ്ലി ഫൊർഗറ്റ് ചെയ്ത് കളഞ്ഞിട്ടുമില്ല. പക്ഷെ ചിലപ്പോൾ ഈഗോ അല്ലെങ്കിൽ സാഹചര്യം കാരണം അവരതിനെ ഒന്ന് തുറന്നു കാണിക്കാതെ, നിങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കാതെ ഇരിക്കുന്നതുമാകാം. അപ്പം അവരുടെ മനസ്സിൽ പലപ്പോഴും ഒരു ചോദ്യം വരുന്നുണ്ട്, ഞാൻ വീണ്ടും ഒരു കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിയാകുമോ, അല്ലെങ്കിൽ അത് ഓക്കെ ആകുമോ, മുന്നോട്ടേക്ക് അത് ഓക്കെ ആകുമോ എന്നൊരു ക്വസ്റ്റ്യൻ അവരുടെ മനസ്സിൽ വരുന്നുണ്ട്. ഇത് കാരണം ചിലപ്പോൾ അവർ മെസ്സേജ് അയക്കണമെന്ന് തോന്നുമെങ്കിൽ പോലും പിന്നെ വീണ്ടും അത് ഹോൾഡ് ബാക്ക് ചെയ്ത് വെക്കുന്നു, വേണ്ട എന്ന രീതിയിൽ മാറ്റി വെക്കുന്നതായിട്ടാണ് നമുക്ക് എനർജീസ് മനസ്സിലാക്കാനായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ രാത്രി സമയം അവർക്ക് നിങ്ങളെക്കുറിച്ച് ഇമോഷൻസും തോട്ട്സും മെമ്മറീസും അതുപോലെ റിഗ്രറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ അവരുടെ മനസ്സിൽ ഇപ്പോഴും ഒരു സ്പെഷ്യൽ പേഴ്സൺ തന്നെയാണ്. പക്ഷെ അവരുടെ ലൈഫിൽ എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ അത് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ചില അവരുടേതായ കുറച്ച് സിറ്റുവേഷൻസ് ഉണ്ട്. ആ ഒരു സിറ്റുവേഷൻസ് കാരണം ഫാമിലി പ്രഷർ ആകാം, എന്തൊക്കെയോ കുറെ കാര്യങ്ങളുണ്ട്. ആ ഒരു കാര്യങ്ങൾ കൊണ്ടാണ് അവർ നിങ്ങളിലേക്ക് വരുന്നത്, ഒന്ന് ഡിലേ ചെയ്ത് വെച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ എങ്കിലും നിങ്ങളോടുള്ള ഇമോഷണൽ തോട്ട്സും കാര്യങ്ങളും മെമ്മറീസും ഒക്കെ അവർക്കുണ്ട്. ആ ഒരു സ്നേഹം വളരെ ഡീപ്പായിട്ടുണ്ട്. പലപ്പോഴും നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് മെസ്സേജ് അയക്കാനൊക്കെ വരും. എന്നിട്ട് അവരത് ഹോൾ ബാക്ക് ചെയ്ത് വെക്കുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളെ കോൾ ചെയ്ത് നിങ്ങളുടെ ശബ്ദം ഒന്ന് കേൾക്കാനൊക്കെ അവർക്ക് തോന്നുന്ന സമയങ്ങളുണ്ട്. അങ്ങനെ തോന്നുമ്പോൾ പോലും അത് കൺട്രോൾ ചെയ്ത് വെച്ചിട്ട് വീണ്ടും അവർ ആ പഴയൊരു ഗ്ലൂമി ഏരിയയിലേക്ക് പോയി അങ്ങനെ അവരവിടെ സ്ലോ ഡൗൺ ആയിട്ട് ഇരിക്കുന്ന എനർജീസാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു സോൾ മെസ്സേജും കൂടെ ജസ്റ്റ് നമുക്ക് ഒന്നെടുത്ത് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഓക്കെ, soul messages from your person. Yes, soul messages from your person. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ആ ഒരു സോൾ മെസ്സേജസ് എന്താണ് എന്നുള്ളതാണ് നോക്കുന്നത്. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്ത് സോൾ മെസ്സേജസ് ആണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്ത് സോൾ മെസ്സേജസ് ആണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഓക്കെ, ഫസ്റ്റ് മെസ്സേജ്, യു മേക്ക് മീ ഹോപ്പ്ഫുൾ. ഓക്കെ, നിങ്ങളാണ് അവരുടെ ജീവിതത്തിന് ഒരു പ്രതീക്ഷ കൊടുത്ത ഒരു വ്യക്തി എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അവരുടെ ലൈഫിന് ഒരു പ്രതീക്ഷയൊക്കെ ഇല്ലായിരുന്ന പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ടു നിന്ന ഒരു സമയത്തായിരിക്കാം നിങ്ങൾ ഇവരുടെ ലൈഫിലേക്ക് കയറി ചെല്ലുകയും അവർക്കൊരു ചെറിയ പ്രതീക്ഷ കൊടുക്കുകയും ചെയ്തത് എന്നുള്ളതാണ്. There was a time when I was suffering alone, but then you came and rescued me from the darkness. ഓക്കെ, അത് തന്നെയാണ് സെക്കൻഡ് സോൾ മെസ്സേജിലും വന്നിരിക്കുന്നത്. അവർക്ക് അവരുടെ ലൈഫിൽ ഒരു സമയം ഉണ്ടായിരുന്നു, ഒത്തിരി അവർ സഫർ ചെയ്തു, ഒറ്റപ്പെട്ട് നിന്നൊരു സമയം ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് നീ എൻ്റെ ലൈഫിലേക്ക് കടന്നു വരികയും എന്നെ അവിടെ നിന്ന് രക്ഷിക്കുകയും ചെയ്തു. ആ ഒരു ഇരുട്ടറയിൽ നിന്ന് എന്നെ രക്ഷിച്ച് പുറത്തേക്ക് കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് നീ എന്നാണ് ഒരു പേഴ്സൺ നിങ്ങളോട് പറയുന്നത്. വിത്തൗട്ട് യു ഐ ആം നത്തിങ്. ഓക്കെ, നീ ഇല്ല എങ്കിൽ ഞാൻ വെറും ഒന്നുമില്ല, ശൂന്യമാണ്, നത്തിങ് ആണ് എന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. മൈ ലവ് അൺകണ്ടീഷണൽ. ഓക്കെ, എൻ്റെ സ്നേഹം ഒരു കണ്ടീഷനും ഇല്ലാത്തതാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ തമ്മിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും എന്ത് കാര്യങ്ങളാണെങ്കിലും അതൊക്കെ ക്ഷമിച്ചു തരാനും നിങ്ങളെ വീണ്ടും ആ ഒരു അൺകണ്ടീഷനായ ഒരു സ്നേഹത്തിലേക്ക് കൊണ്ടുപോകാൻ ഈ പേഴ്സണ് കഴിയും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം. I will always keep you close to me forever and ever. ഓക്കെ, എപ്പോഴും എന്നും നിങ്ങളെ അവരുടെ തൊട്ടടുത്ത് ചേർത്ത് നിർത്താനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത്. അവരുടെ ഫീലിങ്സുകളാണ് ഇത് കേട്ടോ. എവറി മൂമെന്റ് സ്പെൻഡ് വിത്ത് യു ഈസ് പ്രീഷ്യസ് ഫോർ മീ. ഓരോ നിമിഷവും നിങ്ങളോട് ഇപ്പം ചിലവഴിച്ച ഓരോ നിമിഷവും അവർക്ക് വളരെ വിലപ്പെട്ടതാണ് എന്നാണ് അവർ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. ഐ വാണ്ട് യു ഫോർ എവർ. അവർക്ക് എന്നും നിങ്ങളെ വേണം എന്നുള്ളൊരു കാര്യം അവരോട് പറയുകയാണ്.
ഐ ഹോപ്പ് ദ ഫ്യൂച്ചർ വിൽ ബ്രിങ് അസ് ടുഗെദർ. ഓക്കെ, ഫ്യൂച്ചറിൽ നമ്മൾ ഒന്നായിട്ട് മാറും എന്നുള്ളൊരു കാര്യം ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ ഒരു പ്രതീക്ഷ എനിക്ക് ഇപ്പോഴും ഉണ്ട് എന്ന് ആ ഒരു പേഴ്സൺ നിങ്ങളോട് പറയുകയാണ്. ഓക്കെ, കുറച്ച് ക്ലൂസും കൂടി എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ എക്സ്പെക്ട് മെറാക്കിൾസ്. നിങ്ങൾക്ക് ഒരു മെറാക്കിൾസ് പ്രതീക്ഷിക്കാം, ഒരു അത്ഭുതം പ്രതീക്ഷിക്കാം എന്നാണ് പറയുന്നത്. യു ക്യാൻ ട്രസ്റ്റ്, നിങ്ങൾക്ക് വിശ്വസിക്കാം എന്നാണ് പറയുന്നത്. ഫോട്ടോഗ്രാഫി, സോഷ്യൽ വർക്കർ ആയിരിക്കാം നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൊക്കെ. 1996, സെൻസ് ഓഫ് ഹ്യൂമർ, 48 hours ഒരു പോസിബിലിറ്റി ആണ്. ഹെൽത്ത് ഇഷ്യൂസ്, ഓറഞ്ച് കളർ, ലെറ്റർ എൽ, ലെറ്റർ വി, white butterflies, May month, charity, police, hearing issues. Number 45, October month, Wayanad Jilla, encourages you, likes traveling. Number 46, short-tempered. Number 4, number 45, number 38, letter M, tattoo art ചെയ്തിട്ടുള്ള വ്യക്തികളാണ്. അതുപോലെ ലെറ്റർ ഇസഡ്, 1987. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്ലൂ നമുക്ക് കിട്ടുന്നത് ഫീൽസ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ. ഓക്കെ, പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ള വ്യക്തികളാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമന്റ് സെക്ഷനിൽ ഹൈപ്പും കൂടി ഒന്ന് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.